ബ്രേക്കിംഗ് ഹൗസ് തുടർന്നു. പെൻഷൻ ലഭിക്കാത്തതിനെതിരെ ഇടുക്കി അടിമാലിയിൽ വീണ്ടും പ്രതിഷേധം. ദയാവധത്തിന് തയ്യാറെന്ന ബോർഡ് സ്ഥാപിച്ച് വൃദ്ധ ദമ്പതികൾ പ്രതിഷേധം തുടങ്ങി. ഭിന്നശേഷിക്കാരിയായ ഓമനയും ഭർത്താവ് ശിവദാസനുമാണ് പഞ്ചായത്ത് നേരത്തെ അനുവദിച്ച പെട്ടിക്കടക്ക് മുൻപിൽ സമരം തുടങ്ങിയത്. പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്നു ഞങ്ങൾക്ക്, അതുകൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അതുപോലും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം അധോധിയായത്. ഒരു മരുന്നിൻ്റെ പോലും ഒരു ഇതില്ല, ഈ കടയിലും ഒരു അനുകൂലമില്ല, ഒന്നുമില്ല, ഒരു കച്ചവടം പോലും ഇല്ല ഒരു സാധനം മേടിച്ച് വെക്കാനായിട്ട്. എൻ്റെ പറമ്പിലാണ് എനിക്കൊരു ആദായമില്ല, എല്ലാം ആന നശിപ്പിച്ചിട്ടേക്കുന്നു. 300 വാഴ ആന കളഞ്ഞു, 400 അടയ്ക്കമരം ആന കളഞ്ഞു. ഇതെല്ലാം അവന് അപേക്ഷ കൊടുത്തിട്ട് ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. സന്ദീപ് രാജാക്കാട് വിശദാംശങ്ങളുമായി. സന്ദീപ്, ക്ഷേമ പെൻഷൻ ലഭിക്കാതിരുന്നിട്ടിപ്പോൾ 5 മാസമാകുന്നു. എന്താണ് പ്രതിഷേധത്തിൻ്റെ അടിസ്ഥാനം, അല്ലെങ്കിൽ അവരെന്ത് ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്? നികേഷ് കുമാർ, ഇവരുടെ ഒരു ജീവിത മാർഗം ഇല്ലെങ്കിൽ മുമ്പോട്ടുള്ള ജീവിതത്തിന് മറ്റൊരു മാർഗവും ഇല്ലാതെ വന്നിരുന്ന സ്ഥിതിയിൽ ആകെ ഉണ്ടായിരുന്ന ആശ്രയം ഈ ക്ഷേമ പെൻഷൻ മാത്രമായിരുന്നു എന്നാണ് പറയുന്നത്. അത് ഈ 5 മാസമായി മുടങ്ങിയതോടുകൂടി ഇവരുടെ ഒരു നിത്യവൃത്തി കഴിഞ്ഞ് മുമ്പോട്ട് പോകുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ എത്തിയതോടെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി തങ്ങൾക്ക് ദയാവധത്തിന് തയ്യാറാണ് എന്ന തരത്തിലുള്ള ഒരു ബോർഡ് എഴുതി പ്രദർശിപ്പിച്ച് സമരത്തിലേക്ക് എത്തിയത്. ഞാനിപ്പോൾ ഉള്ളത് ആ പഞ്ചായത്ത് അനുവദിച്ച പെട്ടിക്കടയ്ക്ക് മുന്നിലാണ്. അവിടെ രണ്ടുപേരും ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. ആ ഒരു സ്ഥിതി ഇവിടെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും, വലിയ പ്രതിസന്ധി. കാരണം ഒന്ന് കിടന്നുറങ്ങാനുള്ള സ്പേസ് പോലും ഇല്ലാത്ത അത്ര അധികം ദുരിതം അനുഭവിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ എല്ലാ വഴികളും അടഞ്ഞ ഒരു സാഹചര്യത്തിലാണ് ഇവർ ആ ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങിയതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായിരുന്നാലും നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, എന്താണ് അമ്മ ഇങ്ങനെയൊരു പ്രതിഷേധം രേഖപ്പെടുത്താൻ തോന്നിയത്? ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് ഇറങ്ങിയത്. ഞങ്ങൾക്ക് 2 പേർക്കും പണിയെടുക്കാൻ പറ്റില്ല. എനിക്ക് ആഴ്ചയിൽ ആശുപത്രി പോകണം, 10,000-3000 രൂപ വേണം, അതിനുള്ള കഴിവില്ല. മക്കൾ 2 പേരുണ്ടെന്ന് പറഞ്ഞിട്ടും അവർക്കും അതിനുള്ള കഴിവില്ല. അവർ കൂലിപ്പണിക്ക് പോകണം. കൂലിപ്പണിക്ക് പോയെങ്കിലാണ് അവർക്കും 2 മക്കളുണ്ട്, അതുകൊണ്ട് വേണം അവർക്കും ജീവിക്കാനായിട്ട്. പിന്നെ എത്രയും നാൾ അമ്മനെ അപ്പനെ നോക്കും? ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ കഴിയണ്ട. ഈ 5 വർഷമായിട്ട് ഞങ്ങൾ ഇതുകൊണ്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആശുപത്രി കേസ് 10-25 വർഷമായി ഞാൻ ഈ മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ തൽക്കാലത്ത് തന്നെ ഇടുക്കിയിലാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 3000 രൂപ വെച്ച് എനിക്ക് ആഴ്ചയിൽ വേണം. കഴിഞ്ഞ തിങ്കളാഴ്ച എൻ്റെ മോളെ എന്നെ കൊണ്ടുപോയി ആശുപത്രിയിൽ കൊണ്ടുവന്നിരുത്തി. ഞാൻ അടുത്ത തിങ്കളാഴ്ച എനിക്ക് പോകണം. വണ്ടി വിളിച്ചേ പോകാൻ പറ്റുള്ളൂ, ബസ്സിന് പോകാൻ പറ്റൂല. ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് അധോധിയായത്. ഈ കട കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്. അതുപോലും ഇല്ല. പെൻഷൻ കിട്ടിയിട്ട് 6 മാസമായത്. ആ പെൻഷൻ കൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നത്. അതുപോലും ഞങ്ങൾക്ക് മാർഗമില്ലാതെ ആയില്ലേ. ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഞങ്ങൾക്ക് ജീവിക്കാനൊരു മാർഗം വേണമല്ലോ. എന്താ ഈ പെൻഷൻ കിട്ടാത്തത്? പെൻഷൻ ചോദിച്ച് പെൻഷൻ കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ആർക്കും കിട്ടുന്നില്ല, ഞങ്ങൾക്കും കിട്ടുന്നില്ലല്ലോ. ഞങ്ങൾക്ക് 2 പേർക്കും കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഞങ്ങൾക്ക് അതുകൊണ്ടായിരുന്നു ഞങ്ങളുടെ മാർഗം. പിന്നെ പറമ്പിലൊന്നും ആദായമില്ല, എല്ലാം ആന നശിപ്പിച്ചു. പറമ്പിൽ നിന്ന് പോയി എന്തെങ്കിലും 10 രൂപ എടുത്തുകൊണ്ട് വന്ന് ആശുപത്രി പോകാമെന്ന് വെച്ചാൽ അതും ഞങ്ങൾക്ക് ഇല്ല. 300 വാഴ കളഞ്ഞു, 400 അടയ്ക്കാമരം കളഞ്ഞ്. ഇപ്പോഴും ആന ഉണ്ട് പറമ്പിൽ. ആനയുടെ ശല്യം കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു മാർക്കും ഇല്ലാണ്ടായി. ഞങ്ങൾക്ക് ഈ കട കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്. ഈ കടയിൽ പോലും ഇപ്പം മാർക്കുമില്ല. എന്തെങ്കിലും മേടിച്ച് വെച്ചെങ്കിലല്ലേ നമുക്കുള്ളൂ. 10 രൂപ കൊണ്ട് കടവും വിലയും മേടിച്ച് ആശുപത്രി പോകണം. ആശുപത്രി പോയി തിരിച്ചു വന്ന് ഞാൻ ഈ ഇരിപ്പ് ഇവിടെ ഇരിക്കണം. കിടക്കുന്നതൊക്കെ ഇവിടെ തന്നെ. ഈ 5 വർഷം കൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെയാണ് കഴിഞ്ഞുകൂടുന്നത്. എങ്ങും പോകുന്നില്ല. പല കാലത്തും പോയാൽ ഒന്ന് വീട് വരെ ഒന്ന് പോകും, അന്ന് വണ്ടി വിളിച്ച് പോകും. വീട് കാണാനുള്ള കൊതിക്ക് ഞങ്ങൾ പോകും, പോയിട്ട് ഞങ്ങൾ പോരും, അത്രേ ഉള്ളൂ. വീട്ടില് കിടക്കാതെ ഇങ്ങോട്ട് കടയിൽ പോയി വരാനുള്ള സൗകര്യം ഇല്ലല്ലോ. ഇത് തന്നെ തുറക്കണ്ടേ. ഇനി ഞാൻ വീട്ടിൽ പോകണമെങ്കിൽ എനിക്ക് 500 രൂപ വേണം വണ്ടിക്കൂലി. ആ 500 രൂപ എന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ തന്നെ ഈ കഴിഞ്ഞു കൂട്ടുന്നത്. പിന്നെ ഈ കട കൊണ്ടാണ് ഞങ്ങൾ ഈ ജീവിതമാർഗം ഞങ്ങൾ 2 പേരും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ആശുപത്രി കേസ് കൊണ്ടാണ് ഞങ്ങൾ ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുന്നത്. സന്ദീപ് രാജാക്കാടാണ് അവരുമായി സംസാരിക്കുന്നത്. പെൻഷൻ ലഭിക്കുന്നില്ല, 6 മാസമായി പെൻഷൻ ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് ദയാവധം ആവശ്യപ്പെട്ട് ദമ്പതികൾ ബോർഡ് സ്ഥാപിച്ച് പ്രതിഷേധം തുടങ്ങിയിരിക്കുന്നത്. ഭിന്നശേഷിക്കാരിയായ ഓമനയും ഭർത്താവ് ശിവദാസനുമാണ് പഞ്ചായത്ത് നേരത്തെ അനുവദിച്ച പെട്ടിക്കടക്ക് മുൻപിൽ സമരം നടത്തുന്നത്. സന്ദീപ് രാജാക്കാടാണ് വിശദാംശങ്ങൾ നൽകി.